കഴിഞ്ഞോ? ഇങ്ങനെ തെറിവിളിക്കല്ലേ എൻ്റെ KPCC പ്രസിഡന്റ്. ഒരു പ്രോഗ്രാമല്ലേ, ഒരല്പം മേക്കപ്പ് ഒക്കെ ഇട്ട് വരാമെന്ന് കരുതി ലേറ്റ് ആയതാണ്. ഏതായാലും നമുക്ക് പരിപാടി തുടങ്ങാം അല്ലേ? ഒരുമാതിരി അല്ലെങ്കിൽ അത് വേണ്ട, മലര് പരിപാടി കാണിക്കരുത്. ഈ പത്രക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടാകുമ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാര് ഒരു തീ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ചും ഇത്രയും വെള്ളമുള്ള ആലപ്പുഴയിലൊക്കെ ഇതാണ് തീയുടെ ഒരു അവസ്ഥയെങ്കിൽ വന്ന വഴിയിലും വരാനിരിക്കുന്ന വഴിയിലും തീയുടെ അവസ്ഥ എന്താകുമായിരുന്നു? തെറിവിളിയും വായിൽ തോന്നിയത് വിളിച്ചു പറയലും കോമ്പറ്റീഷൻ ഐറ്റമായിരുന്നെങ്കിൽ സുധാകരനെ കവച്ചു വെച്ച് ആ ഇനത്തിൽ സമ്മാനമടിക്കാൻ പോകുന്ന ഒരു മനുഷ്യനും ഈ ലോകത്ത് ഇതുവരെ ജനിച്ചിട്ടില്ല. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാനാവില്ലെന്നാണ് പണ്ട് മോഹൻലാൽ പറഞ്ഞിട്ടുള്ളത്. അത് സുധാകരന് അത്രയ്ക്കങ്ങട് ഓർമ്മയില്ല. അപ്പോഴെന്താ, ആരെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കും. അങ്ങനെയാണല്ലേ, എങ്കിൽ ഞാനല്പം മാന്യനായിരുന്നേക്കാം. കാണുമ്പോൾ നാട്ടുകാരെ ഞാനൊരു മാന്യനാണെന്ന് കരുതിക്കോട്ടെ. എന്നാലും ആ ഡാഷ് എന്നെ ഇത്രയും സമയം വെയിറ്റ് ചെയ്യിപ്പിച്ചില്ലേ? അതെ പ്രസിഡന്റെ, ഈ ചാനലുകാരെ മൈക്കും ക്യാമറയും എല്ലാം ഓണാക്കി വെച്ച് അങ്ങയുടെ മൊഴിമുത്തുകളെല്ലാം കൃത്യമായി റെക്കോർഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്നും മിണ്ടാതിരുന്നാൽ നല്ലതാണ്. ആ ശരി, അപ്പോൾ ഞാൻ മാന്യനാണെന്ന് നാട്ടുകാർ കരുതിക്കോട്ടെ. എന്നാലും ആ മൈ അല്ലെങ്കിൽ വേണ്ട മത്തങ്ങാ തലയൻ എന്നെ ഇത്രയും സമയം ഇവിടെ പിടിച്ചിരുത്തിയില്ലേ? എന്താന്നറിയില്ല, എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചാലും പ്രസിഡന്റിന്റെ ഉള്ളിലെ ആ ഫ്രോഡ് ഇടയ്ക്കിടയ്ക്ക് പുറത്തു ചാടും. ഈ തെറിയൊക്കെ കേട്ടിട്ടും ചിരിച്ചോണ്ട് വന്ന് അവിടെ ഇരുന്ന സതീശൻ തന്നെയാണ് നമ്മുടെ ഹീറോ. സതീശൻ ശരിക്കും ഒരു പച്ച മനുഷ്യനാണല്ലേ? എന്നാലും സതീശേട്ടാ, ഇങ്ങനെ പബ്ലിക്കായിട്ട് നിങ്ങൾ ഒരാൾ തെറിവിളിക്കുന്നത് മോശല്ലേ? ഞാൻ UDF ചെയർമാൻ കൂടിയല്ലേ? അതാണ്, UDF ചെയർമാൻ കൂടിയാണ് സതീശ്. ആ UDF ചെയർമാനെ KPCC പ്രസിഡന്റ് കയറി ഇങ്ങനെ തെറിവിളിക്കാമോ? നമുക്ക് ഒരു അന്വേഷണം ആവശ്യപ്പെട്ടാലോ? അതാണല്ലോ പതിവ്. നാട്ടിലുള്ള എല്ലാത്തിനും അന്വേഷണം വേണമെന്നാണല്ലോ പൊതുവെ പറയാറ്. ഇതിലും നമുക്കൊരു അന്വേഷണം ആയാലോ? ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നിയമപരമായ മാർഗങ്ങൾ. ശരി, സതീശേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് അന്വേഷണമാകാം. പക്ഷെ അന്വേഷിച്ച് വരുമ്പോൾ സുധാകരൻ സതീശനെ തെറിവിളിച്ചെന്ന് ഉറപ്പാണ്. ഇനി അഥവാ കേസെങ്ങാനും എടുക്കേണ്ടി വന്നാൽ ഈ സർക്കാരിന്റെ പേപ്പറിൽ ഇതൊക്കെ എങ്ങനെ എഴുതും സതീശേട്ടാ? ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച? ഇത് ഒരു യാത്രയുടെ കഥയാണ്. ഇനി മറ്റൊരു യാത്രയുണ്ട്. എന്തായാലും ഒരു കാര്യമുണ്ട്, ഈ രണ്ട് അണ്ണന്മാരും കൂടി നാട്ടുകാരെ ചിരിപ്പിച്ചു കൊല്ലാൻ ഉറച്ച് ഇറങ്ങിയതാണ്. ഒരു പദയാത്ര ഒരു ഭാഗത്ത് ചിരിപ്പിച്ചു കൊണ്ട് പോവുകയാണ്. തെറിവിളിച്ചിട്ടാണെങ്കിലും നാട്ടുകാരെ ചിരിപ്പിച്ച് ദാ ഇപ്പോൾ സമരാഗ്നിയും വളരെ ശക്തമായി മുന്നേറുന്നുണ്ട്. എന്തായാലും നല്ലത് തന്നെ. എന്തായാലും ചിരി ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് പൊതുവെ പറയുന്നത്. മറ്റൊരു ഗുണവും നാട്ടുകാർക്കില്ലെങ്കിലും ഈ അണ്ണന്മാരെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഗുണമുണ്ടല്ലോ എന്നോർത്ത് സമാധാനിക്കാം. സതീശനും ഞാനും തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരെ പോലെ തന്നെയാണ് ഇപ്പോൾ കൊറിയായിട്ട്. മീഡിയ പേഴ്സൺസ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾ അതിന് എന്നോട് അപ്പോളജി ചെയ്യണം. തെളിവ് എൻ്റെ അടുക്കുണ്ട്, എൻ്റെ കയ്യിലും തെളിവുണ്ട്.
നമുക്ക് നോക്കാം. എന്തരോ എന്തോ